CPM-ൽ പിണറായി വിജയൻ ഒറ്റപ്പെടുന്നില്ലെന്ന് ഉറപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് MV ഗോവിന്ദൻ. കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയായി വലിയ പ്രതിരോധമാണ് ഗോവിന്ദൻ ഉയർത്തിയത്. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കരുതെന്നാണ് ഗോവിന്ദൻ പറഞ്ഞത്. ഭരണത്തിലെ വീഴ്ചകൾ തിരിച്ചടിയായിട്ടുണ്ടെങ്കിലും കടുത്ത ഭരണപരാജയം എന്ന് പറയുന്നതിൽ അർത്ഥമില്ലെന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. പരാജയ ഉത്തരവാദിത്വം കൂട്ടായി ഏറ്റെടുക്കണമെന്ന ആവശ്യമാണ് ഗോവിന്ദൻ മുൻപോട്ട് വെക്കുന്നത്. എന്നാൽ ഇടത് കൺവീനർ EP ജയരാജനെതിരായ പരാമർശങ്ങളെ ഗോവിന്ദൻ പ്രതികരിച്ചുമില്ല. കണ്ണൂരിലെ CPM-ൽ ഗ്രൂപ്പ് സമവാക്യം മാറുകയാണ്. P ജയരാജൻ കരുത്തനാകാനുള്ള സാധ്യതയുണ്ട്. ഇത് മനസ്സിലാക്കിയാണ് ഗോവിന്ദന്റെ അഭിപ്രായങ്ങൾ വരുന്നത്. പിണറായിയെ പിന്തുണയ്ക്കുന്നവരെ ചിന്നിച്ചിതറാൻ അനുവദിക്കാതെ കണ്ണൂരിൽ അപ്രമാദിത്വം തുടരാനാണ് ഗോവിന്ദന്റെ ശ്രമം. ഓരോ വ്യക്തിക്കും പ്രത്യേകം ശൈലി ഉണ്ടാക്കുക സാധാരണമാണെന്ന് ഗോവിന്ദൻ പറയുന്നു. അത് പെട്ടെന്ന് മാറ്റാൻ സാധിക്കില്ല. എന്നാൽ മാറ്റേണ്ട ചിലതുണ്ട്. പ്രവർത്തകരുടെ ആഗ്രഹത്തിനൊത്ത് ശൈലി മാറാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു മൈക്ക് ഓപ്പറേറ്ററെയും ശാസിച്ചിട്ടില്ലെന്ന് തനിക്കെതിരെ ഉയർന്ന മൈക്ക് വിവാദത്തിന് മറുപടിയായി ഗോവിന്ദൻ പറഞ്ഞു. ഫലത്തിൽ പിണറായിയുടെ ശൈലിമാറ്റം അതിവേഗം നടക്കില്ലെന്ന സന്ദേശമാണ് ഗോവിന്ദൻ നൽകുന്നത്. CPM ജില്ലാ നേതൃയോഗങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയരുന്ന വിമർശനങ്ങളിൽ മുഖ്യമന്ത്രിക്ക് കടുത്ത അതൃപ്തിയുണ്ട്. വീണ്ടും പാർട്ടിയിൽ വിഭാഗീയത ഉണ്ടാകുന്നുവെന്ന വിലയിരുത്തലിലാണ് പിണറായി ക്യാമ്പ്. ഇതിനെ സംഘടനാ കരുത്തിൽ മുളയിലെ നുള്ളാനാണ് തീരുമാനം. CPM-ന് തുടർഭരണം നൽകിയ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിടുന്നത് ചിലരാണ്. KK ശൈലജയെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടാനാണ് ശ്രമം. പിണറായിയുടെ നേതൃത്വമുണ്ടെങ്കിലേ വീണ്ടും അധികാര തുടർച്ച കിട്ടൂവെന്നാണ് CPM-ലെ പിണറായിസ്റ്റുകളുടെ നിലപാട്. എറണാകുളത്തും പത്തനംതിട്ടയിലും കണ്ണൂരിലും ലോക്സഭാ തോൽവിയുടെ ഉത്തരവാദി പിണറായിയാണെന്ന തരത്തിലാണ് ചർച്ചകൾ ഉയർന്നത്. കണ്ണൂരിലേത് അതിരുവിട്ട പ്രതികരണമാണെന്ന നിലപാട് മുഖ്യമന്ത്രിക്കുണ്ട്. ഇതിനിടെയാണ് ഗോവിന്ദന്റെ പ്രതികരണം എത്തുന്നത്. KK ശൈലജയെ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്ന ജനമുണ്ടെന്ന് സംസ്ഥാന സമിതി യോഗത്തിൽ P ജയരാജൻ പറഞ്ഞിരുന്നു. ഇതും വ്യാപകമായി ചർച്ചയായി. പാർട്ടിയിൽ വീണ്ടും വിഭാഗീയത തലപൊക്കാനുള്ള സാധ്യതയായാണ് ഇതിനെ പിണറായി വിഭാഗം കാണുന്നത്. അതുകൊണ്ട് തന്നെ മുൻപ് വിഭാഗീയത ഇല്ലാതാക്കാനായി നടത്തിയതിന് സമാനമായ വെട്ടിത്തിരുത്തലുകൾ വീണ്ടും ഉണ്ടായേക്കും. വിമർശനം ഉന്നയിക്കുന്നവരെ എല്ലാം നിരീക്ഷിക്കാനും സംവിധാനം വരും. വിഭാഗീയത ഇല്ലാതായതുകൊണ്ടാണ് തുടർഭരണം സാധ്യമായത്. ലോക്സഭയിൽ തോറ്റെങ്കിലും നിയമസഭയിൽ ജയിക്കാം. അതിനുള്ള സാധ്യത ഉൾപാർട്ടി ചർച്ചകൾ തിരിച്ചറിയണമെന്നതാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ നിലപാട്. പാർട്ടി ചർച്ചകൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നവരെ കണ്ടെത്താനും സംവിധാനം വരും.